പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വലിയ വിഷയങ്ങളൊന്നുമില്ല, അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അതുകൊണ്ടാണ്. കാരണം പല ആൾക്കാർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ടാകും, നല്ലതും രസകരവും വേദനയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് നാട്ടിലുള്ളപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് ഗൾഫിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു. ഏകദേശം ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോഴാണ് പല്ലിനെ പറ്റി ഓർമ്മ വന്നത്. അപ്പം ഗൾഫിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഗൾഫിൽ പല്ല് പറിക്കൽ നമ്മളെ പണീൻ്റെ അടുത്ത് നടക്കുകയില്ല, മാത്രമല്ല നല്ല പൈസയും വരും. നാട്ടിൽ ടിക്കറ്റ് എടുത്ത് പോയിട്ട് തിരിച്ച് വരുന്ന പൈസ അവർ പല്ലെടുക്കാൻ പോകും. അപ്പം അങ്ങനെ വിചാരിച്ച് ഈ പല്ലെങ്ങനെയാലും എടുക്കാമെന്ന് വെച്ചു. പിന്നെ പറയാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ പല്ല് പറിച്ചിട്ടില്ലെങ്കിൽ ബീഗും അങ്ങനെ എങ്ങനെയാണെല്ലാം കൂടി പോക്കുണ്ടാവില്ല എന്നുള്ള അങ്ങനെ ടെൻഷനിലായ പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാനും ഈ ഒറ്റക്കന്നെ പോയി, ആരെയും കൂട്ടിയില്ല. പോയി വടകര പ്രശ്നമായ പണ്ടേ ഉള്ള ഒരു ഡോക്ടറാണ്, എല്ലാവർക്കും അറിയാം, വടകര പാശാന്തിപ്പുറമുള്ള. പോയി ഞാൻ പറഞ്ഞിങ്ങനെ പല്ല് കേടുണ്ട്, പറിക്കണം, ഗൾഫിലേക്ക് പോകണം, പെട്ടെന്ന് പറിക്കണം. ഇവരല്ല അങ്ങനെ ഒന്നും പറിക്കാനാവില്ല, 2 ദിവസം ഗുളിക തരാം, എനിക്ക് പോകാൻ. അങ്ങനെ ഒരു ഷീട്ട് വന്ന് എന്തൊരു ഗുളിക വന്ന് വേനൻ്റെ വന്ന് വീക്കിൻ്റെ എന്തോ ഗുളിക വന്ന് ഷീട്ടിൽ എന്തെല്ലാം 2 രീതിയിൽ റൗണ്ട് ഇട്ടോ എന്തെല്ലാം കാണുന്നുണ്ട്. അപ്പം തിരിയില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ കാത്ത്. അപ്പോൾ പേടിയുണ്ട്. ഒന്നാമത് ഈ പറഞ്ഞ ബീം നൽകിയിട്ട് പോക്കില്ലാണ്ടാവുക, ടിക്കറ്റെല്ലാം കൊടുത്ത് അവൻ ഇങ്ങനത്തെ വലിയ ടിക്കറ്റ് കൊടുത്ത് എങ്ങനെയെങ്കിലും പല്ല് പറിക്കാണ്ട് നിന്നും കൂടെ. അങ്ങനെ പോയോക്കും അപ്പുറം ഇപ്പുറമെല്ലാം കുറേ ആൾക്ക് കുട്ടികളും പെണ്ണുങ്ങളും പാസന്മാരിൽ ഇരുന്നിട്ടുണ്ട്. പുതിയ കുട്ടികളിങ്ങനെ പറയുന്നുണ്ട് ബേന്യാവോ, അല്ലെ തെരിപ്പിച്ചാൽ പിന്നെയും ഏതെങ്കിലും എടുക്കുക, അല്ലെ ബേന്യാവോ എല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെല്ലാം ഉഷാറായിട്ട് ഞാനിങ്ങനെ നിന്ന് പുള്ളി ഭയങ്കര പേടിയുണ്ട്, പല്ല് പറിക്കുന്ന പണ്ടേ പേടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്താക്കി വിളിച്ച് അങ്ങനെ തിരിച്ച് വന്ന് ബെഞ്ചുമ്മലിരുന്ന് പിന്നെ കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരുന്നെല്ലാം തോന്നുന്നുണ്ടല്ലോ ആയിട്ട്. അങ്ങനെ ഞാനെന്ത് ചെയ്ത്, ഞാൻ മുമ്പ് ദിവസം ഒരിക്കലും പല്ല് പറിച്ചാൽ നല്ല മൊബൈലിൽ നല്ല പാട്ട് വെച്ചിട്ട് ഇയർഫോൺ എടുത്തിട്ട് കേട്ടിട്ടതാണ്. അങ്ങനെ കസേര ഇങ്ങനെ ആരിയിരിക്കുമല്ലോ അന്നേരം. അങ്ങനെ വിളിച്ച് കൊണ്ടുപോയി അവിടെ ഇരുന്ന് കൊടുത്ത്. ഉള്ളിൽ പേടി ഒറ്റയ്ക്കേ ഉള്ളൂ, എന്ത് ചെയ്യാനിപ്പോൾ. അങ്ങനെ ഞാനെന്ത് ചെയ്ത് നല്ലൊരു പാട്ട് പേര് സെലക്ട് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പറ്റുന്ന ക്ലിക്ക് ചെയ്ത് കേട്ടിൽ വെച്ച് കണ്ണും ചിമ്മി ഞാനങ്ങനെ കിടന്നു. ഇവരുണ്ട് കമ്പോളറും രണ്ടാളും കൂടി എന്തെല്ലാം കളിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ എന്തെല്ലാം ആകുന്നുണ്ട്. അങ്ങനെ വലിച്ച് പിന്നെ അയാളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കണ്ണീ മീറ്റ് ഇങ്ങനെ പാട്ടെല്ലാം കേൾക്കുന്നതല്ല, ഇതെങ്കിൽ പോരാത്തതെല്ലാം പറയുന്നുണ്ട്. എനിക്കൊന്നും തിരിയുന്നില്ല, ഇതെങ്ങനെയും കഴിഞ്ഞിട്ട് കുറച്ചെങ്ങനെയും വരക്കുക ഇല്ലാതെ ഞാനും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടോറ് നോക്കുമ്പോൾ എന്നോട് ഇങ്ങനെ എടുത്തിട്ട് ഇയാൾ പറയും, ഇത് അടച്ച വല്ലയല്ല, ഇത് എടുക്കേണ്ടിയില്ലേ എന്ന്. അത് മറ്റേ അയാൾ കണ്ടിട്ട് ഞാനാണെങ്കിൽ ആകെ ബേജാറായിട്ട് എങ്ങനെയെങ്കിലും ഇപ്പോൾ വെള്ളമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡും ഒരു പ്രശ്നമല്ലേ. ഞാനെന്തെല്ലാം അങ്ങനെ അത് കേട്ടിക്കാത്ത നേരം അത്ര ഉള്ളിലേക്ക് പോയിക്കില്ല. ഞാനതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്കല്ലല്ലോ, എങ്ങനെയെങ്കിലും പുറക്കത്തൊന്നും ഇല്ലാത്തിട്ട് പഞ്ഞൂതെല്ലാം കടിച്ച് പിടിച്ച് അങ്ങനെ പുറക്ക് പോയി അതെല്ലാം ഇതാക്കി പിറ്റേന്നാണ് റെഡിയായത്. പിറ്റേന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ നല്ല പല്ലെല്ലാം എടുത്ത് കേടില്ല, ഒരു പല്ലെടുത്തേക്ക് മറ്റേ പല്ലെടുക്കേണ്ടിയില്ല. അങ്ങനെ ചെറിയൊരു കേടായിട്ടുള്ളതിട്ട് നല്ല പൈസയും കൊടുത്തിട്ട് പോയിട്ട് അടപ്പിച്ചൊരു പല്ലായി. അതെടുത്തിട്ട് ഇയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് എടുക്കേണ്ടിയില്ലേ, നല്ല പല്ലല്ലേ എന്നോട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോൾ ഇത് അവിടെ പോയിട്ട് രണ്ടാമത് എൻ്റെ പല്ലെന്ന് വെച്ചെന്ന് പറയാൻ പറ്റുമോ? ഒറിജിനൽ പല്ല് വെക്കാൻ പറ്റുമോ രണ്ടാമത് ടൈമിൽ? എന്താ ചെയ്യും. ഇങ്ങനെ എങ്ങൾക്കും ചിലപ്പം പല അനുഭവങ്ങൾ ഉണ്ടാകും. ശരിക്കും നടന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വല്ല അനുഭവങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏതായാലും വാട്സപ്പ് നമ്പർ അടി കൊടുക്കുന്നുണ്ടെങ്കിൽ അറിയിക്കും, നിങ്ങളൊരു വീഡിയോ എടുത്ത് നമുക്ക് കിട്ടാം. അപ്പം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ശരിക്കും നടന്ന സംഭവം, എന്ത് ചെയ്യാനിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? ഏതായാലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.